അത് കേട്ടത് നമ്മളൊന്നായിട്ട് പ്ലിങ്ങായി. അനിയത്തിയോ കോടെ പണിവാളിയോ മെല്ലെ ഇടങ്ങണ്ണിട്ട് അജുനെയും ഷാദിനെയും നോക്കിയപ്പോൾ ഓല് രണ്ടാളോ എങ്ങോട്ടും നോക്കിയിരിക്കാം തെണ്ടികൾ. ഇവർ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിലാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നമ്മൾ ശശിയായി. എന്താ അല്ലേ? നിനക്ക് അനിയത്തിയുണ്ടോ? ജിലുമ്മ. പിന്നല്ല, ഓളെ പേര് ജിയാന എന്ന. ഞങ്ങൾ സ്നേഹത്തോടെ ഓളെ ജിയു എന്ന് വിളിക്കും. ഇപ്പൊ പെണ്ണ് +2 എന്ന് നമ്മുടെ ഷാദി ചാടി കയറി പറഞ്ഞതും എല്ലാവരും ഓനൊരു നോട്ടേനി. ഓൻ എല്ലാവരെയും നോക്കി വിളിച്ചിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് എന്നിട്ട് നമ്മളെ ചവിട്ടി വന്ന് പറയാം, എടി ദിലു, എല്ലാവരും എന്താ നമ്മളെങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്? നോ ബേബി നോ, എല്ലാവരും എൻ്റെ മൊഞ്ച കണ്ട് നോക്കുന്നതാ. ഇത് തളരല്ലേ? നമ്മളവനെ സമാധാനിപ്പിച്ചു. എന്നാൽ കുഴപ്പമില്ല. അതും പറഞ്ഞ് ഓൻ മുന്നോട്ട് നിന്ന് ജിതുവിനൊന്ന് ഇളിച്ചു കൊടുത്തു. ഹാ എന്ന് ജിതു അലറിയതും അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓൺ ദി സ്പോട്ടിൽ ചെക്ക നമ്മളെ ബാക്കിൽ തന്നെ നിന്നു. പിന്നെ അവിടെ നനങ്ങിയില്ല. പാവം. പെട്ടെന്ന് ജിയു കണ്ണു തുറന്ന് എന്നിട്ട് സോഫയിൽ നിന്ന് ചാടി എണീറ്റ് ജിതുവിനോട് പറയാം, കാക്കു പിടിക്ക് ഇവളെ എൻ്റെ പോസ്റ്റിന് നോക്കി ഗോളടിച്ച് നിന്ന് നിൽപ്പിൽ നമ്മൾ ഇല്ലാതായിപ്പോയി കാക്കു. എന്നിട്ട് കോപ്പ് ചിരിക്കുന്നത് കണ്ടില്ലേ? ജിയു നമ്മളെ നോക്കി പറഞ്ഞ്, അന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിക്ക് ജിയു, ഓളോട് കളിക്കാൻ പോണ്ട, ഓള് വേറെ ലെവലാണ്, അനക്ക് തിരിച്ച് പണി കിട്ടുമെന്ന്. ഇച്ചതൊന്നും കുഴപ്പമില്ല, ഈ ജിയുക്ക് അതൊക്കെ ഫുള്ളാണെന്ന് പറഞ്ഞ് പോയതല്ലേ, അനക്ക് അങ്ങനെ തന്നെ വേണം. ജിതു അവസ്ഥ ഓനുള്ള തലമുണ്ടൊക്കെ നോക്കി ഒന്നങ്ങ് കൊടുത്ത്. അല്ല പിന്നെ ജിയോ ഒരു പൊട്ടിപ്പെണ്ണ. ഞങ്ങളോടൊക്കെ പെട്ടെന്ന് കമ്പനിയായി. ഓള് വന്ന് കയറിയ മുതൽ നമ്മുടെ ഷാദിക്ക് ഒരു ഇളക്കം. ഇനിയിപ്പോ ഇതെങ്കിൽ ഓളോട് എങ്ങാനും ലവ് ഉണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഐഡിയ. അല്ല ജിയോ, ഇപ്പൊ +2 അല്ലേ, കല്യാണപ്രായമൊക്കെ ആയല്ലോ അല്ലേ നമ്മള്? ഓൾക്കോ? ഓള് ചെറിയ കുട്ടിയല്ലേ? അല്ലേ ജിയോ മോളെ? നമ്മുടെ ഷാദി അല്ല കോഴി. ആര് പറഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയാണെന്ന്? ഇച്ച് പോയിക്ക ഷാദി, ഉമ്മക്കും കല്യാണപ്രായമൊക്കെ ആയിണ്ട്. ഇനി നമ്മളെ +2 ഇവിടുന്നാ പഠിക്കുന്നത്. എന്നിട്ട് വേണം കേരളത്തിലെ ഒരു മൊഞ്ചനെ പ്രേമിച്ച് കെട്ടി ഇവിടെ അങ്ങ് സെറ്റിൽഡ് ആകാൻ. ഇതാണ് എൻ്റെ ഡ്രീം എന്നോള് എണീച്ച് നിന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞപ്പോൾ സത്യം പറയാലോ ഉമ്മക്ക് ചിരിയാ വന്നത്. ആർക്കെങ്കിലും ഇത്ര ഓഞ്ഞ ഡ്രീം മനസ്സിൽ ഉദിക്കുമാവോ? ഷാദി ആണെങ്കിലോ നമ്മളെ കണ്ണുരുട്ടി നോക്കുക. ബലാല് മോനെ, ഓളെ കാണുമ്പോൾ ഉള്ള എൻ്റെ ഇളക്കം ഉണ്ടല്ലോ, അതിപ്പോൾ അമ്മക്ക് ക്ലിയറായി. അങ്ങനെ നമ്മളും ചിലുമ്മയും ജിയുവും സച്ചുവും ഒരു റൂമിൽ ഉറങ്ങാൻ പോയി. നമ്മൾ ഓടി ബെഡിൽ കയറി പുതപ്പൂ എടുത്ത് ഓല നോക്കി ചിരിച്ചു. ഓൺ ദി സ്പോട്ടിൽ ചിലുമ്മയും കയറി കിടന്ന്. പിന്നെ മറ്റോല നിലത്ത് കിടക്കുമെന്ന് വിചാരിച്ച് അമ്മക്ക് തെറ്റി. ഐറ്റങ്ങൾ നല്ല അന്തസ്സായി ഞങ്ങളെ മേത്തുകൂടെ അങ്ങ് കിടന്ന്. വല്ലാത്ത ജാതി കുരിപ്പ്. ഞാനും ജിലുവും സച്ചുവും ജിയുവും മീനും 5 എണ്ണവും ഒരൊറ്റ കട്ടിലിൽ. പിന്നെ എല്ലാവരും സ്ലിം ബ്യൂട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ജിതുവിനാരോ കോള് ചെയ്തപ്പോൾ ഓൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ജിതുവും ദിലുവും എന്തോ കണക്ഷൻ ഉള്ള പോലെ, അവരുടെ സംസാരവും നോട്ടവും. പിന്നെ ഇന്ന് ജിതുവിൻ്റെ ഷാനു എന്ന വിളിയും. ഷാനു എന്നതിന് ഞാൻ പണ്ടെങ്ങോ ജിതു പറയുന്നതായി കേട്ടിക്കല്ലോ. ആവോ, പെട്ടെന്നാണ് ഇന്ന് കുറച്ചു മുമ്പ് ജിതു ജിയോനോട് പറയുന്ന കാര്യം നമ്മളെ മൈൻഡിലേക്ക് വന്നത്. അന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞേക്ക് ജിയു ഓളോട് കളിക്കാൻ പോണ്ടാന്ന്, ഓളെ വേറെ ലെവലാണെന്ന്, അനക്ക് തിരിച്ച് പണി കിട്ടുമെന്നും. ഇച്ചതൊന്നും കുഴപ്പമില്ല, ഈ ജിയോക്ക് അതൊക്കെ പുല്ലാണെന്ന് പറഞ്ഞ് പോയതല്ലേ, അനക്ക് അങ്ങനെ തന്നെ വേണം. ജിതുവിന് ദിലുവിനെ ശരിക്കും അറിയും പോലും ഇല്ല. കാരണം ഞാൻ ഓളെ ജിതുവിന് നല്ലോണം പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ ഓളെ കുറിച്ച് ഇവൻ ഇത്രമാത്രം പറഞ്ഞത്? അവർക്കിടയിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ. അവർക്കിടയിലല്ല, നമുക്കിടയിലാ ഈ കോപ്പിന് ഒടുക്കത്തെ സ്മെല്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഋഷുവിനെ ചൂണ്ടി. ബലാലെ, നമ്മൾ അന്നെ പോലെ അല്ല. ഞാനേ എന്നും ചന്ദ്രിക സോപ്പ് കൊണ്ടാ കുളിക്കല്, അല്ലാതെ അന്നെ പോലെ നമ്മൾ കുളിക്കാതെ നിൽക്കലൊന്നും ഇല്ല കേട്ടോ. നാറി ഋഷു. ഇജ്ജ് തന്നെയാണ്, ഇജ്ജല്ലാതെ വേറെ ആരുമല്ല, നമ്മക്ക് ഉറപ്പാണ് ഈ തന്നെ. അജു കള്ളപ്പന്നി, അന്നോടല്ല നമ്മളല്ല എന്ന് പറഞ്ഞ് തെണ്ടി. ഋഷു ചെന്ന അജുവിൻ്റെ കോളർ പിടിച്ചു. ഇത് തന്നെയാടാ. അതും പറഞ്ഞ് അജുവും പിടിച്ചു. പിന്നെ അങ്ങോട്ട് രണ്ടും കൂടി തല്ല്. നമ്മൾ 2 എണ്ണത്തിനോട് മടങ്ങി നിൽക്കാൻ പറയുന്നുണ്ട്. എവിടെ ആര് കേൾക്കാൻ, ആരോട് പറയാം? പെട്ടെന്നാണ് ഷാദി ഇടയിലേറി സ്റ്റോപ്പ് എന്നലറിയത്. നിങ്ങൾ പരസ്പരം തല്ലുകൂടണ്ട, നമ്മളാണ് കുളിക്കാത്ത. മിനിയാന്ന് തല നനച്ചു നല്ലോണം കുളിച്ചോണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കുളിക്കാൻ നമുക്ക് തോന്നി. അതാ ഇങ്ങക്ക് മണത്തത്. എടാ ശരിക്കും നമ്മൾ മണക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അതും പറഞ്ഞ് ഷാദി നമ്മളെ അടുത്തേക്ക് വന്നത് നമ്മൾ ബോധം കെട്ടി. എൻ്റെ ഗോഡേ, എന്ത് സ്മെല്ലടന്നാറി. ഓനെ നീളിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ഓനെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടിട്ടു. കുറച്ച് കഴിഞ്ഞിട്ടും ബാത്റൂമിൽ നിന്ന് ഒച്ചയും വിളിയും ഒന്നും കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഡോറ് തുറന്നത് ചെക്കനൊരു ബക്കറ്റ് വെള്ളം ഞങ്ങളുടെ മേത്തേക്ക് ഒറ്റ പാരലേനി. പിന്നെ ഒന്നും നോക്കിയില്ല, ഓനെ അങ്ങ് വെള്ളത്തിൽ കുളിപ്പിച്ചു. ലാസ്റ്റ് തല്ലും വിളിയും ഒക്കെ ആയി ഞങ്ങളുടെ 4 എണ്ണത്തിൻ്റെയും കുളിയും കഴിഞ്ഞ് സന്തോഷമായി.
കിടക്കാൻ നേരത്താണ് ജിതു കയറി വന്നേ. ഓൻ നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നേ. ഇവൻ എന്താ നമ്മളെ നോക്കി ചിരിച്ചേ ബ്ലാ. എന്നാലും ഇവനും ദിലു എന്തെല്ലാം ആകട്ടെ. ഓൾക്ക് എന്തായാലും ഉമ്മക്കെന്താ, ഓൾ ഇൻ്റെ ആരാ. ഓ പിന്നെ ഓളോട് വരെ പണി നോക്കാൻ പറ. ഇനിയിപ്പോൾ ജിതുവും ദിലുവും ലവ് ആണെങ്കിലും ഉമ്മക്കൊരു കുഴപ്പമില്ല. പിറ്റേന്ന് ഏതോ നാറിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് കണ്ണ് തുറന്നത്. നോക്കുമ്പോൾ ഉണ്ട് അജു നിലത്ത് കുത്തിരുന്ന ഒടുക്കത്തെ കരച്ചിൽ. നീ എന്താടാ ബലാലെ കരയുന്നേ? നിങ്ങളൊന്നും പറയണ്ട ദുഷ്ടന്മാര്. സ്വന്തം ഭാര്യമാരോട് കാട്ടുമ്പോൾ നമ്മളോട് നിങ്ങൾ ചെയ്യണം. ചാരിത്രം. ഇനി എന്ത് വിശ്വസിച്ച് നിങ്ങൾ കൂടെ കിടക്കും പടച്ചോനെ എന്ന് പറഞ്ഞ് ഈ കോപ്പ് വീണ്ടും വാങ്ങാൻ തുടങ്ങി. ഇവൻ ഇതെന്ത് പറ്റി ഉപേ? എടാ ഇജ്ജ് കാര്യം തെളിച്ചു പറയണം നാറി. ചെയ്തു മിണ്ടി പോകരുത് ഇജ്ജ്. ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നായി നിമ്മക്ക് കിട്ടിയത്. മുത്തേ പൊന്നെ ചക്കര വാവേ എന്നൊക്കെ വിളിച്ച് ഈ ബലാലില്ലേ ഉറക്കത്തിൽ നമ്മള് മൊത്തം കിസ് ചെയ്ത് പകച്ചു പോയി. നമ്മള് ജിതുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കിടക്കിൽ നിന്ന് എണീറ്റത് അതേപോലെ നമ്മൾ കിടക്കിലേക്ക് തന്നെ വേണം. നോക്കുമ്പോൾ എന്താ സംഭവം?